മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വീണ്ടും സാബു ജേക്കബിന്റെ തുറന്നു പറച്ചിലുകൾ. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും തെളിവുകൾ പുറത്തുവിടുമെന്നും ആറ്റം ബോംബ് കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സാബു ജേക്കബ് സംസ്ഥാന സർക്കാരിനെ വിറപ്പിച്ചത്. ഇപ്പോഴിതാ 2021 മന്ത്രി P രാജീവും പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ടെന്നും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് സാബു ജേക്കബ് രംഗത്ത് വന്നതോടെ സംസ്ഥാനത്തെ LDFിന് നേരെ CPMന് നേരെ വീണ്ടും ചോദ്യങ്ങൾ. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ പ്രതികരിച്ച കിറ്റക്സ് MD സാബു ജേക്കബ് ബുദ്ധിമുട്ടിൽ സഹായിച്ചവർക്കാണ് താൻ 25 കോടി സമ്മാനമായി നൽകിയതെന്ന് 2020 പാർട്ടി കൺവീനർ കൂടിയായ സാബു ജേക്കബ് പ്രതികരിച്ചു. 2021 മന്ത്രി P രാജീവും പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ട്. എല്ലാ പാർട്ടികൾക്കും പണം നൽകിയിട്ടുണ്ടെന്നും സാബു ജേക്കബ് പ്രതികരിച്ചു. തെലങ്കാനയിലെ BRS പാർട്ടിക്ക് വേണ്ടിയായിരുന്നു കിറ്റക്സ് ഗ്രൂപ്പ് 9 കോടിയുടെയും 16 കോടിയുടെയും ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത്. കേരളത്തിൽ പുതിയ സംരംഭം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് LDF സർക്കാരുമായി കൊമ്പുകോർത്ത കിറ്റക്സ് MD സാബു ജേക്കബ് പിന്നീട് തെലങ്കാനയിൽ 3500 കോടിയുടെ സംരംഭം പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതിക്ക് നിലമൊരുങ്ങുന്ന ഘട്ടത്തിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുമാണ് ബോണ്ടുകൾ വാങ്ങിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഡേറ്റ വ്യക്തമാക്കുന്നത്. നമ്മുടെ വ്യവസായ മന്ത്രി പറഞ്ഞു, കേരളത്തിൽ വ്യവസായം നടത്തുന്നതിന് ആരും പൈസ കൊടുക്കണ്ടെന്ന്. ഈ പറയുന്ന വ്യവസായ മന്ത്രി 21 വന്ന് പൈസ മേടിച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇല്ലാന്ന് അദ്ദേഹം പറയട്ടെ. എന്നിട്ടാണ് ഇതുപോലെ വിളിച്ചു പറയുന്നത്. എന്നെ കൊണ്ട് പറയിപ്പിക്കുക അതൊക്കെ. ഇപ്പോൾ CPMകാർ ചോദിക്കട്ടെ, CPIക്കാർ ചോദിക്കട്ടെ, ഞാൻ കൊടുക്കും. കോൺഗ്രസ്സുകാർ ചോദിക്കട്ടെ, BJPക്കാർ ചോദിക്കട്ടെ. അത് ഞങ്ങളുടെ വ്യവസായത്തിൽ നിന്നുള്ള സംഭാവനയാണത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അധികാരത്തിലെത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് 2020 കൺവീനർ സാബു ജേക്കബ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മലയാളികൾക്ക് രക്ഷപ്പെടാനുള്ള അവസാന ബസ്സാണ് 2020. അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ മലയാളി എന്ന വംശം കേരളത്തിൽ ഉണ്ടാകില്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു. നടക്കാത്ത പ്രകടന പത്രികയുണ്ടാക്കി ജനങ്ങളെ വഞ്ചിക്കുന്ന പാർട്ടിയല്ല 2020. ഇത്തവണ എറണാകുളത്തും ചാലക്കുടിയിലും 2020 സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ ഇന്ത്യയിലെ തന്നെ ചരിത്ര സംഭവമായി മാറുമെന്നും 2 MPമാരെ വിജയിപ്പിക്കുന്നതിലുപരി 2025 വരുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ 2020 സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും സാബു ജേക്കബ് വ്യക്തമാക്കിയിരുന്നു. ഭരണം 2020 ഏറ്റെടുക്കും. അതുമാത്രമല്ല, അത്തരമൊരു ചരിത്രമുണ്ടായാൽ 2026 തെരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥികൾ വിജയിക്കും. കേരളത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന സ്ഥിതി വരും. അങ്ങനെയെങ്കിൽ കേരളം രക്ഷപ്പെടും. അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ LDFിനെയും UDFിനെയും മാറി മാറി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ മലയാളി എന്ന വംശം കേരളത്തിൽ ഉണ്ടാകില്ല. നിങ്ങളുടെ മക്കൾ കൂടെ ഉണ്ടാകില്ല. അവരെല്ലാം പഠിക്കാനായും ജോലി തേടിയും ഈ നാട്ടിൽ നിന്നും വിട്ടുപോകും. രക്ഷപ്പെടാനുള്ള അവസാന ബസ്സാണ് 2020. ഈ ബസ്സിൽ കയറിയില്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടേക്കുമെന്നായിരുന്നു സാബു ജേക്കബ് നേരത്തെ പ്രതികരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലും എറണാകുളത്തുമായി 2 സ്ഥാനാർത്ഥികളെയാണ് 2020 മത്സരിപ്പിക്കുന്നത്. ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളും എറണാകുളത്ത് അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയുമാണ് സ്ഥാനാർത്ഥികൾ. 2020 പാർട്ടി വിജയിച്ചാൽ കൊച്ചി നഗരത്തെ മുംബൈ, ബംഗളൂർ, ഹൈദരാബാദ് തുടങ്ങിയ വൻ നഗരങ്ങളോട് കിടപിടിക്കുന്ന മെട്രോ നഗരമാക്കി മാറ്റുമെന്ന് നേരത്തെ സാബു ജേക്കബ് പ്രഖ്യാപിച്ചിരുന്നു. അവർ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉണ്ടാകില്ല, മറിച്ച് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നായിരുന്നു നിലപാട്.